ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പം ക്രിക്കറ്റ് പോലത്തെ ഒരു മാച്ച് ജയിക്കണമെങ്കിൽ നമുക്കൊരു ബാലൻസ് ടീം ആവശ്യമാണ്. നല്ലൊരു ബാറ്റ്സ്മാൻ വേണം, നല്ലൊരു ബൗളർ, വിക്കറ്റ് കീപ്പർ, അതുപോലെ ഓൾറൗണ്ടേഴ്സും. അപ്പൊ ഇവിടെ ഓൾറൗണ്ടേഴ്സിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് വിക്കറ്റ്സ് എടുക്കാം, അതുപോലെ ടീമിന് ആവശ്യമുള്ളപ്പോൾ റൺസ് എടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ടീം ഇവിടെ ജയിക്കണമെങ്കിൽ അവിടെ ബാലൻസ് ആവശ്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെ ഇൻവെസ്റ്റിംഗിൽ അപ്ലൈ ആവും. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും നല്ലൊരു ബാലൻസ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇക്വിറ്റി ഫണ്ട്സിൽ നിന്ന് നമുക്ക് ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേം ഗോൾസിനായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഫൈനാൻഷ്യൽ എമർജൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സാധിക്കും. ഇനിയിപ്പം ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോയുടെ ഓൾറൗണ്ടേഴ്സ് ആണ്. ഇപ്പോൾ ഒരു ഫണ്ടിൽ തന്നെ ഇക്വിറ്റി അതുപോലെ ഡെറ്റ് കമ്പൈൻ ചെയ്യുന്നതാണ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാർ എന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 3 ടോപ്പ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ആവും സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ഫണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്നുള്ളത്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി അതുപോലെ ഡെറ്റ് രണ്ടിലേക്ക് എക്സ്പോഷർ നൽകുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സെബിയുടെ കാറ്റഗറൈസേഷൻ റൂൾ പ്രകാരം ഈ ഒരു ഫണ്ട് സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റ് മാൻഡേറ്റ് ഫോളോ ചെയ്യണം. അപ്പൊ ഈ ഒരു കാറ്റഗറി നെയിമില് അഗ്രസീവ് എന്ന വേർഡ് ഉള്ളതിന് കാരണം മേജർ പോർഷൻ, അതായത് അസറ്റിന്റെ ഒരു 65 മുതൽ 80% ഇക്വിറ്റീസിലേക്കാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ ബാക്കിയുള്ള പോർഷൻ ഡെറ്റിലേക്കാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് ഏകദേശം 20 മുതൽ 35% വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സേഷൻ ആംഗിളില് ഈ ഒരു ഫണ്ട് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് എന്ന കാറ്റഗറിയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ അവർ ടാക്സ് ബെനിഫിറ്റ് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഗ്രോത്ത് ഓറിയന്റഡ് ആണ്. അപ്പം ഇവിടെ പല എക്സ്പേർട്സും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അഗ്രസീവ് ഫണ്ട് നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോയുടെ പാർട്ട് ആവണം എന്നുള്ള കാര്യം. കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റി എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്, അല്ലെ? അപ്പൊ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരിക്കും. അപ്പം ഈ ഒരു റോളർ കോസ്റ്ററിൽ പെട്ടുപോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കറന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റാതായി പോകാറുണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വാങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിലെ പെർഫോമൻസ് മോശമാവാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ മാർക്കറ്റ് റിലേറ്റഡ് ചലഞ്ച് ആണിത്. ഇപ്പൊ സെബിയുടെ റെക്കമെൻഡഡ് അസറ്റ് അലോക്കേഷൻ മിക്സ് കാരണം അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സിന് ഓട്ടോമാറ്റിക് റീബാലൻസിംഗ് ഉണ്ട് ഇവിടെ. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ മാർക്കറ്റ് ഒരുപാട് കയറുവാണ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി പോർഷൻ 80% കടന്നാൽ ഫണ്ട് മാനേജേഴ്സ് സ്റ്റോക്ക് വിൽക്കും, പ്രോഫിറ്റ് എടുത്തിട്ട് ഡെറ്റിലേക്ക് അവർ മാറും. ഇനിയിപ്പോ മാർക്കറ്റ് ഇടിഞ്ഞാൽ ഇക്വിറ്റി പോർഷൻ 65% താഴെ പോയാൽ ഫണ്ട് മാനേജേഴ്സ് ഡെറ്റ് വിറ്റിട്ട് സ്റ്റോക്ക് വാങ്ങും. അപ്പൊ ഈ ഒരു ബൈ ലോ സെൽ ഹൈ പ്രോസസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ സംഭവിക്കും. അപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ഇനി നമുക്ക് 5 സ്റ്റാർ റേറ്റഡ് ടോപ്പ് 3 അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഫണ്ട് വന്ന് JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ 1 ജനുവരി 2013 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത്. അപ്പൊ JM ഫൈനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്നാണ് ഈ ഒരു ഫണ്ട് വരുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിലെ പഴയ ഫണ്ട് ഹൗസിൽ ഒന്നാണ്. അപ്പൊ 30 നവംബർ 2025 പ്രകാരം ഫണ്ടിന്റെ AUM വരുന്നത് ഇവിടെ ഏകദേശം 811 കോടിയാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ അഷിത് ബന്ദക്കർ, മിസ്റ്റർ സതീഷ് രാംനാഥൻ, മിസ്റ്റർ ദീപക് ഗുപ്ത, അതുപോലെ മിസ് രുചി ഫോസ്ദർ ആണ്. ഇനി നമുക്ക് ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം, അല്ലെ? അപ്പൊ ഇവിടെ ഇക്വിറ്റി വരുന്നത് 76.46%, ഡെറ്റ് 22.9%, ക്യാഷ് 0.64%. ഇനി നമ്മൾ മാർക്കറ്റ് ക്യാപ് സ്പ്ലിറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ബാക്കിയുള്ള കാറ്റഗറിനേക്കാൾ ഇവിടെ ഡിഫറെന്റ് ആണ്. പൊതുവെ അഗ്രസീവ് ഫണ്ട് സ്റ്റെബിലിറ്റിക്കായിട്ട് ലാർജ് ക്യാപ് ഓറിയന്റഡ് ആവും. പക്ഷെ JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ ഇവിടെ ഡിഫറെന്റ് ആണ്. ലാർജ് ക്യാപ്പിലേക്ക് 35.64%, മിഡ് ക്യാപ് 21.56%, സ്മോൾ ക്യാപ് 19.27%. ഫണ്ട് കമ്പൈൻ മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് അലോക്കേഷൻ 40%-ലധികമാണ്. അപ്പൊ ഇത് കാറ്റഗറി ആവറേജിനേക്കാളും വളരെ കൂടുതലാണ് ഇവിടെ. അപ്പൊ ഇതൊരു ഹൈ ബീറ്റ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് കയറിയാൽ കഴിഞ്ഞ 3 വർഷത്തിൽ കണ്ട പോലെ കയറുവാണെങ്കിൽ ഈ ഒരു ഫണ്ടും കയറും ഇവിടെ. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഇടിയുവാണ് അല്ലെങ്കിൽ വോളറ്റൈൽ ആണെങ്കിൽ ഈ ഒരു ഫണ്ട് വീണ്ടും ഇവിടെ ഇടിയാം. ഇനി നമ്മളിവിടെ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നോക്കുവാണെങ്കിൽ HDFC ബാങ്ക് ലിമിറ്റഡ്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിമിറ്റഡ്, ലാർസൻ ടുബ്രോ ലിമിറ്റഡ്, ഭാരതി എയർടെൽ ലിമിറ്റഡ്, അതുപോലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചും ആണ്. അതിലൂടെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന ഫൈനാൻഷ്യൽ സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സ്, IT, കൺസ്യൂമർ സർവീസ്, അതുപോലെ ടെലികോമും ആണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പൊ ക്രിട്ടിക്കൽ റേഷ്യോസിനാണ് 5 സ്റ്റാർ റേറ്റിംഗിന്റെ പുറകിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫണ്ടിന്റെ റിട്ടേൺസ് ആവറേജ് ആനുവൽ റിട്ടേൺസിന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ വോളറ്റിലിറ്റി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് 12.02%. അതേസമയത്ത് കാറ്റഗറി ആവറേജ് എന്ന് 10.04%.
അപ്പൊ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കൂടുതലാണെന്നാണ്. ഇനി അടുത്ത ബീറ്റയാണ്. ഇപ്പൊ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. ഇപ്പം ബീറ്റ ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കൂടുതലാണെന്നാണ്. ഇനിയിപ്പം ഒന്നിൽ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം വരുന്നത് ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫണ്ടിന്റെ ബീറ്റ വരുന്നത് 0.92 അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും ലെസ് വോളറ്റൈൽ ആണെന്നാണ്. ഇനി അടുത്ത വരുന്നത് ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പൊ ഈ ഒരു റേഷ്യോ മെഷർ ചെയ്യുന്നു ഓരോ യൂണിറ്റ് എക്സ്ട്രാ റിസ്കിന് ഫണ്ട് ഇവിടെ എത്ര എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്നാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.09 ആണ്. അതായത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ട് 1.09 ടൈംസ് ഹയർ റിട്ടേൺസ് നേടിയിട്ടുണ്ട് ഇവിടെ. അടുത്ത സോർഡിനോ റേഷ്യോ ആണ്. അപ്പൊ ഇതും റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഡൗൺ സൈഡ് റിസ്ക് മാത്രമേ ഇവിടെ കണക്കാക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഫണ്ട് സോർഡിനോ റേഷ്യോ വരുന്നത് 1.81 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ടോട് 1.81 ടൈംസ് ഹയർ റിട്ടേൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ റേഷ്യോസ് ആണ്. അപ്പൊ ഈ ഒരു റേഷ്യോ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുന്നതിന് പകരം നിങ്ങൾ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി പെർഫോമൻസ് ആയിട്ട് എപ്പോഴും കമ്പയർ ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫണ്ട് എത്രത്തോളം ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫണ്ട് എത്രത്തോളം അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഇനി ഇവിടുത്തെ ഒരു മെയിൻ കാര്യം ഇതാണ്, കോമ്പറ്റേറ്റേഴ്സിന്റെ ആവറേജ് പെർഫോമൻസ് വെച്ച് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഫണ്ട് ഇവിടെ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റോക്ക് മാർക്കറ്റിൽ കയറുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ട് ഇവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ അതിനകത്ത് എന്താണ് മാർക്കറ്റ് കയറുമ്പോൾ ഇക്വിറ്റി ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാൾ ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് 115 ആണ്. അതായത് ഇപ്പൊ ബെഞ്ച് മാർക്ക് ഒരു 10% കൂടിയാൽ ഇവിടെ ഫണ്ട് 11.5% പോകാം. അതുപോലെ ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിന് വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. ഇപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 താഴെയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് മാത്രമേ ഫണ്ട് ഇവിടെ വീണിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 121 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിഞ്ഞാൽ ഫണ്ട് ഇവിടെ 12.1% വരെ ഇടിയാം. ഇനി നമുക്ക് JM അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ റിട്ടേൺസ് നോക്കാം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയിരുന്നപ്പോൾ ഫണ്ട് ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി രണ്ടിനെയും അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 3, 5, 7 മുതൽ 10 വർഷത്തിൽ ഫണ്ട് ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി ആവറേജ് രണ്ടിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫണ്ട് നോക്കാം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഫണ്ട് വന്ന് എഡൽവൈസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പൊ ഈ ഒരു ഫണ്ട് ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്തേക്കുന്നത് 1 ജനുവരി 2013 അതുപോലെ 30 നവംബർ 2025 പ്രകാരം ഈ ഒരു ഫണ്ട് AUM വരുന്നത് 3376 കോടിയാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്തേക്കുന്നത് മിസ്റ്റർ ഭാരത് ലക്കോത്തി, മിസ്റ്റർ ഭവീഷ് ജെയിൻ, മിസ്റ്റർ ധവാൽ ദലാൽ, മിസ്റ്റർ രാഹുൽ ദേദി, അതുപോലെ മിസ് പ്രണവി കുൽക്കർണിയാണ്. ഇനി നമുക്ക് ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കാം. ഇക്വിറ്റി 75.81%, ഡെറ്റ് 12.1%, ക്യാഷ് ഏകദേശം 12.07%. അപ്പൊ ഈ ഒരു ഫണ്ട് ക്യാഷ് അല്ലെങ്കിൽ ആർബിട്രേജ് കമ്പോണന്റ് കൂടുതലാണ്. അപ്പൊ ഇവിടെ 12.07%. അപ്പൊ മാർക്കറ്റ് വോളറ്റിലിറ്റി സമയത്ത് ഇതൊരു കുഷൻ ആയിട്ട് ആക്ട് ചെയ്യാം. ഇനി നമ്മൾ മാർക്കറ്റ് ക്യാപ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് 68.71%, മിഡ് ക്യാപ് 16.8%, സ്മോൾ ക്യാപ് 14.49% ഇവിടെ ലാർജ് ക്യാപ്പിലേക്കുള്ള അലോക്കേഷൻ കൂടുതലാണ്. മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ്പിന് വെച്ച് നോക്കുമ്പോൾ വോളറ്റിലിറ്റി കുറവാണ്. ഇവിടെ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് ICICI ബാങ്ക്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഇൻഫോസിസും ആണ് വരുന്നത്. ഇനി നമ്മളിവിടെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസ്, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻസ്, ഹെൽത്ത് കെയർ, ക്യാപിറ്റൽ ഗുഡ്സ്, ഓയിൽ, ഗ്യാസ് ആൻഡ് കൺസ്യൂമബിൾ ഫ്യൂൽസ് ആണ്. ഇനി നമ്മൾ ഫണ്ട് ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. എഡൽവൈസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 9.67%. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വരുന്നത് 10.04%. അപ്പൊ ഇതിനർത്ഥം കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. അപ്പൊ ഫണ്ട് ഇവിടെ ബീറ്റ വരുന്നത് 0.87 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി ഈ ഒരു ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.14 ആണ്. അതായത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ടോട് 1.14 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഫണ്ട് സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.66 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ടോട് 1.66 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫണ്ട് നമ്മൾ കോമ്പറ്റേറ്റേഴ്സിന്റെ ആവറേജ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ലോവർ റിസ്ക് അതിൽ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിന്റെ ഒരു നല്ല കോമ്പിനേഷൻ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫണ്ടിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 113 ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ കയറുമ്പോൾ ബെഞ്ച് മാർക്ക് ഇവിടെ 10% കൂടിയ ഫണ്ട് ഇവിടെ 11.3% കൂടാ. ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 110 ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇവിടെ 10% ഇടിയുവാണെങ്കിൽ ഫണ്ട് ഇവിടെ 11% ഇടിയാം. അപ്പൊ ഈ ഒരു ഫണ്ട് ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി രണ്ടിനെ കഴിഞ്ഞ 1, 3, 5, 7 അതിൽ 10 വർഷത്തിൽ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇന്നത്തെ തേർഡ് ഫണ്ട് നോക്കാം. ഇന്നത്തെ നമ്മുടെ തേർഡ് ഫണ്ട് വരുന്നത് മഹീന്ദ്ര മനുലൈഫ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്. ഇപ്പോൾ 19 ജൂലൈ 2019 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത് അതിൽ 30 നവംബർ 2025 പ്രകാരം എയും വരുന്ന ഏകദേശം 2047 കോടിയാണ്. ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ് ഫാത്തിമ പച്ച്, മിസ്റ്റർ മനീഷ് ലോധ, മിസ്റ്റർ രാഹുൽ പാൽ, അതുപോലെ മിസ്റ്റർ അമിത് ഗാഗ് ആണ്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ നോക്കാം. ഇക്വിറ്റി 75.88%, ഡെറ്റ് 22.28%, ക്യാഷ് 1.86%. പക്ഷെ നമ്മൾ മാർക്കറ്റ് ക്യാപ് സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് 79.33%, മിഡ് ക്യാപ് 14.78%, സ്മോൾ ക്യാപ് 5.89% ഇപ്പൊ രണ്ട് ഫണ്ടിനും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് സ്മോൾ ക്യാപ് അലോക്കേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്മോൾ ക്യാപ് വോളറ്റൈൽ ആയിരുന്നപ്പോൾ മഹീന്ദ്ര മനുലൈഫ് അഗ്രസീവ് ഫണ്ട് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് തന്നെ നിന്നു. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ്, അതിൽ ലാർജ് ക്യാപ് സ്റ്റെബിലിറ്റിയിലാണ് പോകുന്നത്. ഇനി ഇവരുടെ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, അതിൽ ബജാജ് ഫിൻസർവ് ആണ്. അത് ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന ഫൈനാൻഷ്യൽ സർവീസസ്, IT, ഓയിൽ, ഗ്യാസ് ആൻഡ് കൺസ്യൂമർ ഫ്യൂൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതുപോലെ ഹെൽത്ത് കെയറും ആണ്. ഇനി നമുക്ക് ഇവരുടെ ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പൊ മഹീന്ദ്ര മനുലൈഫ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ വരുന്നത് 9.97%. അതേസമയത്ത് കാറ്റഗറിയുടെ വരുന്നത് 10.04%. അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് കോമ്പറ്റേറ്റേഴ്സിനെക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി ഇവിടെ ഫണ്ടിന്റെ ബീറ്റ് വരുന്നത് 0.89 അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ ഇനി വരുന്നത് 1.08. അതായത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ടോട് 1.08 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫണ്ട് സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.72. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ടോട് 1.72 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് ഇവിടെ നേടിയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ നമുക്ക് നോക്കാം. അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 128. അതായത് മാർക്കറ്റ് കയറുമ്പോൾ ബെഞ്ച് മാർക്ക് 10% കൂടിയ ഫണ്ടോട് 12.8% കൂടാ. അതുപോലെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 101. അതായത് മാർക്കറ്റ് ഇപ്പൊ ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് 10% ഇടിഞ്ഞാൽ ഫണ്ടോട് 10.1% ഇവിടെ ഇടിയാം. ഇനി നമുക്ക് മാർക്കറ്റ് റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1, 3, അതുപോലെ 5 വർഷത്തിൽ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്ക് രണ്ടിനും ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിന്റെ ടാക്സേഷൻ കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവർ ആവറേജ് ഇക്വിറ്റി എക്സ്പോഷർ 65% കൂടുതലായതുകൊണ്ട് ഇന്ത്യൻ ടാക്സ് ലോ പ്രകാരം ഇക്വിറ്റി ഫണ്ട് ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് ഇവർ റെഡീം ചെയ്യുന്നെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. 1,25,000 വരെയുള്ള പ്രോഫിറ്റ് ടാക്സ് ഫ്രീ ആണ്. അതിന് മുകളിലുള്ളത് 12% ഇവിടെ ടാക്സ് ചെയ്യും. സോ ആർക്കൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മീഡിയം അല്ലെങ്കിൽ മീഡിയം ടു ലോങ് ടേം ഹൊറിസോണുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ ആണ്. ഇപ്പൊ SWP അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് വഴി കുറച്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റർ ആയിട്ട് നിന്നതിന് ശേഷം ഒരു റെഗുലർ ഇൻകം വേണ്ടവർക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി എക്സ്പോഷർ വേണ്ടവർക്ക്, പക്ഷേ റിസ്ക് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇത് സ്യൂട്ടബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് അവർക്ക് കണക്കാക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിറ്റ്സി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.